ഹേയ് ഓൾ, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ചൈനയിലെ ഷിയാൻ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ടെറാക്കോട്ട വാരിയർ മ്യൂസിയത്തിലേക്കാണ്. അവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് ഗൈഡ് ഇതുപോലൊരു ഹെഡ്ഫോൺ തന്നിട്ടുണ്ടാവും. ഗൈഡ് നമ്മളോട് മൈക്കിലാണ് സംസാരിക്കുക. ആ ഹെഡ്ഫോൺ വെച്ച് നമുക്കത് കേൾക്കാൻ പറ്റും. മ്യൂസിയത്തിലേക്ക് പോകുന്ന വഴിയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ആ വഴിയിലേക്കൂടെ നടക്കുമ്പോൾ ക്വിൻ ഡൈനാസ്റ്റിയും ടെറാക്കോട്ട വാരിയർ മ്യൂസിയത്തിനെ പറ്റിയൊക്കെ ഗൈഡ് നമുക്ക് പറഞ്ഞിരുന്നുണ്ടായിരുന്നു. കേൾക്കുമ്പോൾ അറിയില്ലായിരുന്നു 2200 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ചൈനയുടെ ഏറ്റവും പ്രസിദ്ധമായ ഒരു കഥയാണ് അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററിയാണ് കേട്ടോണ്ടിരിക്കുന്നതെന്ന്. നമ്മളവിടെ എത്തിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച ഭയങ്കര അടിപൊളിയായിരുന്നു, അത്ഭുതമായിരുന്നു. മുഖഭാവത്തിലും ഡ്രസ്സിങ്ങിലും ഹെയർ സ്റ്റൈലും യുണീക്കായിട്ട് നിൽക്കുന്ന ഒരുപാട് പട്ടാളക്കാർ അല്ലെങ്കിൽ വാരിയേഴ്സിനെ നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റും. ഈ പട്ടാളക്കാരല്ലാതെ കുതിരകൾ, കുതിരവണ്ടി, ആയുധങ്ങൾ ഇതൊക്കെ അവിടെ കാണാൻ പറ്റും. എണ്ണം തികയ്ക്കാൻ വേണ്ടി കുറേ പ്രതിമകൾ ഉണ്ടാക്കുന്നതിന് പകരം ഓരോന്നിനും അതിൻ്റെതായ വ്യത്യസ്ത ഭാവങ്ങളും നമുക്ക് കാണാൻ പറ്റും അവിടെ. അതൊക്കെ ശരിക്കും ഭയങ്കര അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോഴും ആർക്കിയോളജിസ്റ്റ് അവിടെ സ്റ്റഡീസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു വർക്ക് ചെയ്യുന്ന പോലത്തെ അന്തരീക്ഷമൊക്കെ നമുക്ക് കാണാൻ പറ്റും. 2200 വർഷം മുമ്പേ ചൈന ഭരിച്ചിരുന്ന ക്വിൻ ഡൈനാസ്റ്റി അവർ മരണശേഷമുള്ള ജീവിതത്തിൽ വിശ്വസിച്ചിരുന്നു. മരണശേഷം അവിടുത്തെ എംപററിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വാരിയേഴ്സിനെ മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിട്ടതെന്നാണ് പറയുന്നത്. അതിൻ്റെ കളിമൺ പ്രതിമകൾ ആ എംപററിൻ്റെ പാലസും ഇപ്പോഴും മണ്ണിൻ്റെ അടിയിൽ ഉണ്ടെന്നാണ് പറയുന്നത്. ചൈനീസ് ഗവൺമെൻറ് ഇതുവരെ ആ പാലസ് തുറന്നു നോക്കാനോ മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചു നോക്കാനോ ഇതുവരെ ധൈര്യപ്പെട്ടിട്ടില്ല. അതിൻ്റെ അംശങ്ങളും അതിൻ്റെ ചുറ്റുപാടിലായിട്ട് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ആ മ്യൂസിയത്തിൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടായിരുന്നു. 3D ആർട്സൊക്കെ ആയിട്ട്, ഇല്യൂഷൻ ആർട്ടൊക്കെ ആയിട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു ആ മ്യൂസിയത്തിൻ്റെ ഉള്ളിലെ ഓരോ കാഴ്ചകളും. ഇനിയുള്ള കുറച്ച് പോർഷൻസ് ഞാൻ വോയിസ് ഓവർ തരുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടു നോക്കുക. അത് അതിൻ്റെ ആ ഒരു വോയിസിലൊക്കെ കേൾക്കുമ്പോഴല്ലേ അതിൻ്റെ ഒരു രസം. അപ്പോൾ അവിടെ കണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വോയിസ് ഓവർ ഇല്ലാണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്ക്, ഇഷ്ടപ്പെടും തോന്നുന്നു. 世界的宁静与平衡。1、2、3，九层，九之尊，毫无疑问，这一定是秦始皇的棺椁所在呀。他配得上这至高无上的荣耀。然而，那六国的百姓，长长的征服，他们如今又安息在何方？实在令人感慨万千。凌迟远烽火乱世，与国论天下归谁？然又无悔，常常无知，百姓可以安宁。ക്വിൻ ഡൈനാസ്റ്റിൻ്റെ ഉത്ഭവത്തിനെ പറ്റിയിട്ടൊക്കെയാണ് ആ വീഡിയോയിൽ കാണിച്ചതെന്നാണ് എനിക്ക് മനസ്സിലായത്. അറിയില്ല കറക്റ്റായിട്ട്, അവർ ചൈനീസിൽ തന്നെ സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് അത്ര കറക്റ്റായിട്ട് മനസ്സിലായില്ല. പിന്നെ അവിടുത്തെ പഴയ കോയിൻസും അവരുടെ ആയുധങ്ങളും അങ്ങനത്തെ കുറേ സാധനങ്ങൾ കാണാൻ പറ്റി. ഈ ക്വിൻ ഡൈനാസ്റ്റിൻ്റെ സമയത്ത് ചൈനയിൽ മുഴുവൻ ഒറ്റ കോയിനാണ് യൂസ് ചെയ്തിരുന്നത്. എല്ലാം ഭയങ്കര യൂണിഫോം ആൻഡ് യൂണിറ്റി ആയിട്ടാണ് ക്വിൻ ഡൈനാസ്റ്റി ചൈനേനെ മൊത്തത്തിൽ കൊണ്ടുപോയതെന്നാണ് പറയുന്നത്. ഒരു മ്യൂസിയത്തിൻ്റെ കംപ്ലീറ്റ് ആർട്ട് വർക്കിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങളും അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ കാണുന്നതെന്ന് പറയുന്നത് ക്വിൻ ഡൈനാസ്റ്റിൻ്റെ പാലസ് എന്ന് പറഞ്ഞില്ലേ, ആഫ്റ്റർ ഡെത്തിന് ശേഷം അവർ താമസിക്കാൻ വേണ്ടിയിട്ട് അവർ ആദ്യം മുതലേ തന്നെ ഒരു അണ്ടർഗ്രൗണ്ട് പാലസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പാലസാണ് അവിടെ ജസ്റ്റ് നമ്മൾ ആ വീഡിയോയിൽ കണ്ടത്.
അത് ഭയങ്കര വലുതാണെന്ന് പറയുന്നത്. അതിനകത്ത് കുറേ ഗോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതുവരെ ആരും തുറന്നു നോക്കില്ല. പിന്നെ നമ്മൾ ഉച്ചയൊക്കെ ആയപ്പം KFC കയറി ഫുഡ് കഴിച്ചിട്ട് നേരെ പോയത് ഇത് കാണാനാണ് കേട്ടോ. 第3年，你知道你吓死我了。花钱的都没看。华夏文明源远流长，自古便屹立在世界文明前列。这一切都离不开大秦王朝一统天下的开创之举。现在，就让我记住大秦独特的神秘，穿越千年，去见证大秦王朝的辉煌吧。这过去长300日，是郑国主持川藏行建。建成后灌溉良田1000余里，这秦国进口之路修缮了连接各地的长城，使其波心绵延万余里，这才有了万里长城之称。长城以地形险峻的天然优势和多种防御工事组成了一套完整的边防体系。兴建过程中充分使用了就地取材的原则，结合当时最先进的建造技术，成就了建筑史上的伟大奇迹。凭借强大的军事实力，大秦军团10年间横扫六国，是天下为王。随后，秦始皇又下令称同为书同人，统领前列与不然衡。天宫的技艺，则创造了一个上有宝石星空，下有水沿江河的地点江山。为防止盗墓者的侵扰，工匠们利用木架机关术设下重重陷阱。数千年来，让无数侵犯者有来无回，也护卫着这座世界上规模最大的殿堂，完整的保存至今，蔚为华人。秦国分6世之余力，不断发展，先修水利，发展农耕，工程建设，巩固国防。中华大地上无二远，事不敢因功而抱怨。大秦边疆从此步入京堂。天下太平之后，秦始皇开始兴建被誉为天下第一宫的阿寒宫。阿寒宫仅前殿台基就达54万平方米，5步一楼，10步一阁。一日入城，精美绝伦的宏伟壮丽的宫殿群，不仅记载了中华民族由分散走向统一的历史，更体现了当时文化艺术和建筑的杰出成就。